നമസ്കാരം. അർജുൻ്റെ ലോറിയുടെ ഉടമകളിൽ ഒരാളായ മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇതോടെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് മനാഫും രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ വിവാദങ്ങൾക്കിടെ മനാഫിന് മുക്കത്ത് സ്വീകരണവും ലഭിച്ചു. നന്ദി പ്രതീക്ഷിച്ചല്ല ഒന്നും ചെയ്തതെന്ന് മനാഫ് പറഞ്ഞു. അപമാനിതനായാലും ആരോടും ശത്രുതയില്ലെന്നും മനാഫ് കൂട്ടിച്ചേർത്തു. അർജുൻ്റെ കുടുംബം ഇന്നലെ മനാഫിനെതിരെ ആരോപണമായി രംഗത്ത് വന്നിരുന്നു. അർജുൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണത്തിൽ താൻ കുടുംബവുമായി ആലോചിച്ച് കൂടുതൽ പ്രതികരിക്കും. അർജുൻ്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. സെൻഡ് ഓഫ് നടത്തിയിട്ടില്ല. അത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് യാത്ര അയക്കുകയാണ് ചെയ്തത്. അതാണ് സെൻഡ് ഓഫ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചത്. തെറ്റിദ്ധാരണയുണ്ടായതിൽ മാപ്പ് ചോദിക്കുകയാണ്. അർജുൻ്റെ കുടുംബത്തെ ഇതിൻ്റെ പേരിൽ ആരും വേട്ടയാടരുത്, സമൂഹ മാധ്യമത്തിലും മോശമായി സംസാരിക്കരുത്, തനിക്ക് ചേരിതിരിഞ്ഞു നിൽക്കാൻ താല്പര്യമില്ലെന്നും മനാഫ് പറഞ്ഞു. താൻ ഒരു തരത്തിലും മുതലെടുപ്പിന് ശ്രമിച്ചിട്ടില്ലെന്നാണ് മനാഫ് ഇന്നും വ്യക്തമാക്കിയത്. അർജുൻ്റെ കുടുംബത്തോടൊപ്പമാണ് താനും കുടുംബവും. അവരോട് മാപ്പ് ചോദിക്കുന്നു. അർജുനെ കാണാതായ സ്ഥലത്ത് നിന്ന് തിരികെ വീട്ടിലെത്തിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അത് സാധിച്ചുവെന്നും ചിതയടങ്ങും മുൻപ് ഈ വിവാദം പാടില്ലായിരുന്നുവെന്നും മനാഫ് പറഞ്ഞു. ആരോടും പണപ്പിരിവ് നടത്തിയിട്ടില്ല. ആരുടെ മുന്നിൽ കൈനീട്ടേണ്ട സ്ഥിതി ഇപ്പോഴില്ല. ഏത് നിയമ നടപടിയും താൻ സ്വാഗതം ചെയ്യുന്നുവെന്നും മനാഫ് പറഞ്ഞു. നിസ്സാര കാര്യങ്ങളിലാണ് ഇപ്പോഴത്തെ വിവാദം നടക്കുന്നത്. ഇന്നത്തോടുകൂടി വിവാദം അവസാനിപ്പിക്കണം. അർജുന് വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് തന്നെ. അർജുനെ കിട്ടിയ ശേഷം ആ യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചിട്ടില്ലെന്നും മനാഫ് പറഞ്ഞു. അർജുൻ ഓടിച്ച ലോറിയുടെ RC ഓണർ താനാണെങ്കിലും ബിസിനസ് ചെയ്യുന്നത് ജ്യേഷ്ഠനും താനും ഒരുമിച്ചാണെന്ന് മനാഫിൻ്റെ സഹോദരൻ മുബീനും പറഞ്ഞു. അർജുൻ എന്ന വൈകാരികതയെ യൂട്യൂബ് ചാനലിലൂടെ വിൽക്കുകയാണ് മനാഫ് എന്നും PR ഏജൻസി പോലെയാണ് മനാഫ് പ്രവർത്തിക്കുന്നതെന്നും അർജുൻ്റെ കുടുംബം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. കുടുംബത്തെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നും പലയിടങ്ങളിൽ നിന്നും അർജുൻ്റെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുന്നുവെന്നും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും അർജുൻ്റെ സഹോദരൻ അഭിജിത്തും ആരോപിച്ചിരുന്നു. എന്നാൽ ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ല എന്നും കുറ്റം തെളിഞ്ഞാൽ മനാഞ്ചിറ മൈതാനത്ത് വന്ന് നിൽക്കാം, കല്ലെറിഞ്ഞ് കൊന്നോളൂ എന്നായിരുന്നു മനാഫിൻ്റെ പ്രതികരണം. ഇതിനിടെ ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ്റെ കുടുംബവും ലോറിയുടമ മനാഫും തമ്മിലുള്ള ആരോപണങ്ങൾ ഉയരുന്നതിനിടെ മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബർമാരുടെ എണ്ണവും കുത്തനെ ഉയർന്നു. ഇന്നലെ 10,000 ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നിപ്പോൾ ഏകദേശം 2 ലക്ഷത്തിന് മുകളിലാണ് സബ്സ്ക്രൈബർമാർ. അർജുന് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ വിവരങ്ങളെല്ലാം ലോറിയുടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു മനാഫ് പങ്കുവച്ചിരുന്നത്. ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ മനാഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ തരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത്. ജിതിനെതിരെയും രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. സംഘപരിവാർ അനുകൂലിയായതിനാലാണ് ജിതിൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ചില പ്രചാരണം. അതേസമയം മനാഫ് സെൽഫ് പ്രൊമോഷൻ സ്റ്റാറാണെന്നും അർജുൻ്റെ കുടുംബം ഇക്കാര്യം തുറന്നു കാണിക്കുമ്പോൾ സമാധാനമായെന്നും ചിലർ പ്രതികരിക്കുന്നു. 13 ദിവസം മുൻപാണ് ചാനലിൽ നിന്ന് അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അർജുൻ്റെ ലോറി കണ്ടെത്തിയ ശേഷം യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടില്ല. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനുമാണ് ചാനൽ തുടങ്ങിയതെന്നുമായിരുന്നു മനാഫ് നേരത്തെയും വിശദീകരിച്ചിരുന്നത്.